പോയ പ്രാവശ്യം ഞാൻ കുടുംബപരദേവതയെക്കുറിച്ചാണ് പറഞ്ഞത്. കുടുംബപരദേവത ഒരു ഊരാക്കുടുക്കാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്രാവശ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുലദേവതയെക്കുറിച്ചാണ്. എന്താണ് കുലദേവത? എല്ലാവരും വിശ്വസിക്കുന്നതും പറയുന്നതും ഇവിടെ പറഞ്ഞ് പ്രചരിച്ചിരിക്കുന്നതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബപരദേവതയും കുലദേവതയും ഒന്നാണ് എന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് തെറ്റാണ്. കുടുംബപരദേവത വേറെ, കുലദേവത വേറെ. ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ കുടുംബപരദേവത ഒരു ഊരാക്കുടുക്കാണ് എന്ന് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ സ്വീകരിക്കാം. കാരണം ഞാനിത് വെച്ച് ജീവിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ അറിവ് ഞാൻ പകരുന്നു എന്നുള്ളതല്ലാതെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും നോക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഞാൻ തയ്യാറുമല്ല. മറിച്ച് ഇതിനെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം വരികയാണെങ്കിൽ അതെന്താണെന്ന് അടിസ്ഥാനം ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. ഇവിടെ ഞാൻ പറയുന്നത് കുലദേവതയെക്കുറിച്ചാണ്. കുലദേവതയും കുടുംബപരദേവതയും രണ്ടാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഇവിടെ ആരോട് ചോദിച്ചാലും മിക്കവരും കുലദേവതയും കുടുംബപരദേവതയും ഇതൊക്കെ ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. അതനുസരിച്ചുള്ള ആചാരങ്ങളാണ് പറയുന്നത്. കുടുംബപരദേവതയ്ക്ക് കൊടുക്കേണ്ട വിധത്തിലുള്ള നൈവേദ്യങ്ങളോ അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട തർപ്പണ അർപ്പണ മനോഭാവത്തോടുള്ള കാര്യങ്ങളോ അല്ല കുലദേവതയ്ക്ക് കൊടുക്കേണ്ടത്. എന്താണ് കുലദേവത? കുലം എന്ന് പറഞ്ഞാൽ ജാതി. കുലമെന്ന് പറഞ്ഞാൽ ജാതി. ഒരു കൂട്ടം കുടുംബത്തിൻ്റെ, ഒരു ദേശത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം കുടുംബക്കാർ അല്ലെങ്കിൽ ഒരു വിഭാഗക്കാർ എന്നാണ് എന്നെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു മുന്തിരിങ്ങ എന്ന് പറയും, മുന്തിരിക്കുല എന്ന് പറയും. അതിനകത്ത് ഒരു മുന്തിരിയല്ല, ഒത്തിരി മുന്തിരിയാണ്. അതുപോലെ നമ്മളെന്താ പഴക്കുല, ഒരു പഴം നമ്മൾ എടുത്തു വയ്ക്കും, അത് ഒരു പഴം. പഴക്കുല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി പഴങ്ങൾ കാണും. ഈ ഒരു സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു മുന്തിരിക്കുല, വളരെ സിമ്പിളായിട്ട് ഞാൻ പറയും. അതേപോലെ കുലം എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ്, ഒരു കൂട്ടമാണ്, അതൊരു ജാതിയാണ്. കുലത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് കുടുംബപരദേവതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുടുംബപരദേവത ചിലപ്പോൾ ഒരേ ദേവതയായിരിക്കും കുടുംബത്തിലും കുലത്തിനും. ഉദാഹരണം പറയുകയാണെങ്കിൽ മിക്ക കുടുംബങ്ങളിലും പഴയ കാലത്ത് കാരണവന്മാർ ചാമുണ്ടി, ചണ്ഡിക, പിന്നെ ഭദ്രകാളി ഇതിനൊക്കെ പൂജിച്ച് കുടുംബത്തിൻ്റെ പരദേവതയായിട്ട് മാറ്റുന്നുണ്ട്. അതേ ദേവത കുലദേവതയായിട്ടും വരും. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും കുലവും കുടുംബവും ഒക്കെ ഒന്നാണെന്ന് പറയുന്നത്. എന്നാൽ ആചാര രീതികൾക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോ കുടുംബപരദേവതയായിരിക്കുന്ന ഭദ്രകാളിയെ അതേ ഭദ്രകാളി കുലദേവതയായി കഴിയുമ്പോൾ ആ കുലദേവതയ്ക്ക് ഒരു ക്ഷേത്രം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. അഥവാ ക്ഷേത്രമില്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ ആ കുലത്തിലുള്ളവരെല്ലാവരും ഒത്തുകൂടി ആ വാർഷികം ആഘോഷിക്കണം. ഗോത്രസ്മൃതികൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അതൊന്നെടുത്ത് വായിച്ചു നോക്കുക. ഗോത്രങ്ങൾ, കുലം, ഗോത്രങ്ങൾ എന്ന് പറയുന്ന വാക്ക് വളരെ പഴയതാണ്. ഇപ്പൊ ആദിമ മനുഷ്യരുടെ ഗോത്രങ്ങൾ എന്ന് പറയുന്നു, അതൊരു കുലമാണ്. അപ്പോൾ ഭദ്രകാളി കുടുംബത്തിൻ്റെ ദേവതയായിട്ട്, കുടുംബപര ദേവതയായിട്ട് ഇരിക്കുമ്പോൾ ആ ഭദ്രകാളിക്ക്
നമ്മൾ കുടുംബത്തിൽ വെച്ച് രക്തം കൊടുക്കാറില്ല. അതേ ഭദ്രകാളി കുലദേവതയായിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കുലദേവതയ്ക്ക് ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ഭദ്രകാളിക്ക് കൊടുക്കുന്ന നൈവേദ്യങ്ങളും ബലികളും കുടുംബത്തിൽ ചെയ്യാൻ പറ്റൂല. ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള ആചാരങ്ങളാണ്. അപ്പോൾ കുടുംബത്തിലെ ആചാരമല്ല കുലദേവതയ്ക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, വീട്ടിൽ വരുമ്പോൾ ഞാൻ ഗൃഹസ്ഥനാണ്. ഞാൻ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്കുണ്ടാകുന്ന ഗൃഹസ്ഥൻ്റെ അധികാരമല്ല, ഗൃഹസ്ഥൻ്റെ രീതികളല്ല. അതേ വ്യക്തി ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ രീതി വേറെ, ഓഫീസ് വിട്ട് ഗ്രഹത്തിലോട്ട് വന്ന ഗ്രഹത്തിൻ്റെ രീതി നീക്കണം. അപ്പോൾ ദേവതയുടെ രീതികൾക്ക് വ്യത്യാസം വരും. എന്നാൽ അടിസ്ഥാനപരമായിട്ട് കുടുംബപര ദേവത ആയാലും കുലദേവതയായാലും ശരി, അടിസ്ഥാനപരമായിട്ട് ഈ ഭൂമിയിൽ തന്നെയാണ് ഇതെല്ലാം നമ്മൾ സ്ഥാപിക്കുന്നതും നമ്മൾ ഇതിനെ ആരാധിക്കുന്നതും. അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ കാരകത്വം വഹിക്കുന്ന, ഭൂമിയുടെ അധിപന്മാരായിട്ടുള്ള ഗണപതിയും പിന്നെ കാളിക്കും സ്വാഭാവികമായിട്ട് ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയും പോലെ ഈ ദേവതകൾ ഈ പറയുന്ന എല്ലാ പൂജാക്രമങ്ങളിലും സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൽ കാളിയെ മാറ്റി നിർത്തും. പലയിടത്തും കാളിയെ മാറ്റി നിർത്തിയിട്ട് ഗണപതി ഏത് പൂജയ്ക്കും ആദ്യം ഉണ്ടാവുമല്ലോ, അതേപോലെയാണ് ഗണപതിക്ക് പ്രഥമ സ്ഥാനം കൊടുത്തിട്ട് മാത്രമേ കുടുംബപരദേവതയായാലും ശരി കുലദേവതയായാലും ശരി ഇവരെ നമുക്ക് പൂജിക്കുവാൻ കഴിയുകയുള്ളൂ. കുടുംബപരദേവതയ്ക്ക് ക്ഷേത്രം ഇല്ല, കുലദേവതയ്ക്ക് ക്ഷേത്രമുണ്ട്. ക്ഷേത്രം അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കൽ കുലത്തിലുള്ളവരെല്ലാവരും, ഒത്തിരി കുടുംബക്കാർ ചേർന്നാണ് കുലം, അതൊരു ജാതി എന്നുള്ള അർത്ഥത്തിലാണ് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ ആ കുലത്തിലുള്ളവരെല്ലാവരും അവരെവിടെ ചെന്നാലും കുലദേവതയുടെ ആചാരക്രമങ്ങൾ അവർ പാലിക്കാൻ പറ്റുമെങ്കിൽ പാലിക്കുക. അതാണ് ഇതിനകത്തുള്ള വ്യത്യാസം. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതൊരു ചിലപ്പോൾ തർക്കവിഷയമായിട്ട് വരും, ചില തർക്കിക്കും. ഈഴവ സമുദായത്തിൻ്റെ കുലദേവത ആര്? ഈഴവ സമുദായത്തിൻ്റെ കുലദേവത ആരാണ്? ഒരു പ്രമുഖനായ ഈഴവ സമുദായത്തിലുള്ള ഒരു ആധ്യാത്മിക ആചാര്യനോട് ചോദിച്ചപ്പോൾ, സംസാരമധ്യേ വന്നപ്പോൾ ആ ആചാര്യൻ പറഞ്ഞത്, ഈഴവർക്ക് അങ്ങനെ ഒരു കുല ദൈവമില്ല, അങ്ങനെ ഒരു കുലദൈവമില്ല, ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങളിൽ ഓരോ അല്ല. ഈഴവ സമുദായത്തിൻ്റെ കുലദൈവം എന്ന് പറയുന്നത് ശിവനാണ്. ശൈവത്തിൽ അധിഷ്ഠിതമായ പൂജാതിക്രിയകളാണ് ഈഴവ സമുദായത്തിൻ്റെ കുലദേവതയ്ക്ക് കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഈഴവ സമുദായത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് പോലും ശിവനാണ്. അതൊരു കഥയുണ്ട്, പുരാണ കഥയുണ്ട്, അത് വേണ്ടവർ പരിശോധിക്കുക. അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോകും. ഇതിന് പ്രധാനം, അപ്പം ഈഴവ സമുദായം എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ അല്ല, ഈഴവ സമുദായം എന്ന് പറയുന്ന കുലത്തിൻ്റെ ഒരു ദേവതയുണ്ട്. കുലദേവത എന്ന് പറഞ്ഞാൽ ശിവനാണ്. ആ ശിവന് അവർ ആരാധിക്കുമ്പോൾ ആ ആരാധന നടത്തുന്നത് അവർ കള്ളു കൊടുത്തും മറ്റ് മാംസാദികൾ കൗളാചാര പ്രകാരമുള്ള പൂജകളാണ് ആ ശിവന് അവർ കൊടുക്കുന്നത്. അല്ലാതെ കുങ്കുമം കലക്കിയല്ല കൊടുക്കുന്നത്. മദ്യത്തിന് എന്താണ് പഞ്ചമകാരക്രിയകളെന്ന് പറയുന്നത്? പഞ്ചമകാരക്രിയകളെന്ന് പറയുന്ന കൗളാചാരത്തിൽ വരുന്ന പഞ്ചമകാരക്രിയകളെന്ന് പറയുന്നത് മദ്യം, മാംസം, മത്സ്യം, മൈഥുന്യം, മുദ്ര എന്ന് പറയുന്ന 5 മകാരങ്ങൾ. അതാണ് പഞ്ചമകാരക്രിയകൾ എന്ന് പറയുന്നത്. ഈ പഞ്ചമകാരക്രിയകളിൽ മദ്യമെന്ന് സിദ്ധമാർസത്തിൽ വേറെയാണ്. എന്നാലും അല്ലാത്ത വിധത്തിലാണെങ്കിൽ മദ്യത്തിന് മദ്യം തന്നെയാണ് അവർ കൊടുക്കുന്നത്, മാംസത്തിന് മാംസം തന്നെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ മദ്യം, മാംസം, മത്സ്യത്തിന് മത്സ്യം എന്ന് പറയും. ഇതൊക്കെ മുദ്രകളാണ്.
സിദ്ധന്മാർ പറയുന്നത് പഞ്ചമകാര ക്രിയകൾ എന്ന് പറഞ്ഞാൽ പഞ്ചമകാരത്തെ വിഴുങ്ങിടുക എന്നാണ് പറഞ്ഞത്. പഞ്ചമകാരത്തെ വിഴുങ്ങിയിടുക, എന്നിട്ടൊന്ന് നീ നോക്കിയിടുക, എന്നിട്ട് നീ ഒന്ന് നോക്കിയിടുക, കണ്ണടച്ച് നീ ഇരുന്നിടുക, പഞ്ചമം ഒന്നുമില്ലാതെ ഏകനായി നീ അങ്ങ് മാറുക. അത് ഉയർന്ന തലത്തിൽ, അവധൂത അവസ്ഥയുടെ ഉയർന്ന തലങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത്തരത്തിലുള്ള വർത്തമാനങ്ങളും ഈ പറയുന്ന സിദ്ധ പാടലുകളിലേക്ക്, അതിൻ്റെ ഉന്നത അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നത്. അത് നമുക്ക് പിന്നെ സംസാരിക്കാം, ഒരിക്കൽ ഞാൻ പറയാം. ഇപ്പോൾ പറയുന്ന വിഷയം കുടുംബ പരദേവത എന്ന് പറയുന്നത് കുലദേവതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈഴവ സമുദായത്തിൻ്റെ കുലദേവത എന്ന് പറയുന്നത് ശിവനാണ്. അവിടെ ഈ ശിവനൊപ്പം ഭൂമിയുടെ നാദത്വം വഹിക്കുന്ന കാളിയും ഗണപതിയും ഉണ്ട്. അതെല്ലാ കുലദേവതയുടെയും കൂടെ ഉള്ളതാണ്. നായർ സമുദായത്തിന് കുലദേവതയുണ്ടോ? ഉണ്ട്. ഏതാണ് ആ കുലദേവത? നായർ സമുദായത്തിൻ്റെ കുലദേവത എന്ന് പറയുന്നത് നാഗങ്ങളാണ്. നാഗദേവതകളാണ് പ്രധാന കുലദേവത. അവർ കൂടുതലും ശൈവം ആണ് അവരും ഫോളോ ചെയ്യുന്നത്. ബ്രാഹ്മണ സമുദായത്തിന് കുലദേവതയുണ്ടോ? അതുപോലെ അങ്ങനെ നമുക്ക് കുലദേവത അങ്ങനെയൊക്കെ പറയും. ബ്രാഹ്മണ സമുദായത്തില് വൈഷ്ണവമാണ് കൂടുതലും ഉള്ളത്. എന്നാൽ ശൈവമില്ലേ? ശൈവവും ഉണ്ട്. ബ്രാഹ്മണ സമുദായം നമ്പൂതിരി വിഭാഗത്തിൽപ്പെടുന്നവരുടെ കുലദേവത ഏത്? ശൈവവും വൈഷ്ണവവും ഉണ്ട്. അപ്പോൾ ഒരു കുലം എന്ന് പറയുന്ന അതേ നമ്പൂരി നമ്മൾ പറയും നമ്പൂതിരി വിഭാഗക്കാര് ശൈവത്തിലെ ചാത്തനെയും മറ്റൊന്നും അവരാരും അങ്ങനെ ഉൾക്കൊള്ളില്ല എന്ന് പറയും. കാട്ടുമാടം എന്ന് പറയുന്ന കാട്ടുമാടം നമ്പൂരി അവിടെയൊക്കെ ഉള്ളത് എന്താണ്? ചാത്തനല്ലേ? ചാത്തനെയല്ലേ അവർ പൂജിക്കുന്നത്? ചാത്തൻ മുഖേനയല്ലേ അവർ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നത്? എത്രയോ കുടുംബങ്ങളില്, എത്രയോ നമ്പൂതിരി ഇല്ലങ്ങളില്, ദേവാരപ്പുരകളില് ഇരിക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് അവർ തുറന്നു പറഞ്ഞാൽ മതി. പുറത്തു പറയുന്ന ദേവതയാണോ അകത്തിരിക്കുന്നത്? പുറത്തു പറയുന്ന ദേവതയാണോ ഇവർ അകത്ത് വെച്ച് പൂജിക്കുന്നത്? ഇത് ഒരു തർക്ക വിഷയമാക്കാൻ വേണ്ടി പറയുന്നതല്ല. കുലവും കുടുംബവും തമ്മിലുള്ള വ്യത്യാസം പറയാൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ. കുലം വേറെ, കുടുംബം വേറെ. അപ്പോൾ കുലദേവതയെ ഇപ്പോൾ ഒരു നായർ സമുദായത്തിൻ്റെ എന്ന് പറഞ്ഞൊരു കുലമാണ്. ഈഴവ സമുദായം ഒരു കുലമാണ്. അതേപോലെ പ്രാവശ്യം ഞാൻ പറഞ്ഞതിൽ കുറേ പേര് പറഞ്ഞത്, കുറേ പേര് നേരിട്ടും അല്ലാതെയും പറഞ്ഞത് ഏറ്റവും കീഴ്ജാതിക്കാരാണ് ദേവതമാരെ, ഈ ദൈവങ്ങളെ കണ്ടെത്തിയത് എന്ന് പറഞ്ഞത് അത്ര ശരിയാണോ? അത് ശരിയല്ലാതെ വൻ ക്ഷേത്രങ്ങളായിട്ട് ഇന്ന് നമ്മുടെ ഇവിടങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ ഭൂരിപക്ഷവും കണ്ടെത്തിയത് ആരാണ്? ആ ദേവതയുടെ സാന്നിധ്യം കണ്ടെത്തിയ മുഴുവൻ കീഴ്ജാതിക്കാരല്ലേ? 99.3% അല്ലാത്ത ഏതുണ്ട്? അല്ലാന്നുണ്ടെങ്കിൽ പറയൂ, ഏതാണ് ഏത് ക്ഷേത്രമാണ് അങ്ങനെ അല്ലാതെ ഉള്ളത്? വളരെ ചുരുക്കം ക്ഷേത്രങ്ങൾ ഒഴിച്ച് ബാക്കി ഭൂരിപക്ഷം ക്ഷേത്രങ്ങളും കീഴ്ജാതിക്കാരും നമ്മൾ ഇന്നും പുച്ഛിക്കുന്ന വിഭാഗക്കാരുമാണ് ദൈവം വന്നത്. മനസ്സിലായില്ലേ? കീഴേ കിടക്കുന്നവനെ നോക്കി തേവർ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജാതി വെച്ചല്ല, അത് വേറൊരു വിഷയമാണ്. അത് സിദ്ധമാർഗ സഞ്ചാരത്തിൻ്റെ വേറൊരു വിഷയമാണ്. എന്നാലും അത് കുറേയേറെ ജാതികളിലും വന്നതിൽ തെറ്റില്ല. നമ്മുടെ മേൽജാതി എന്ന് പറയുന്നവർ എത്ര പേരാണ് ദൈവദർശനം, ഈശ്വരദർശനം വേറെ, ദേവദർശനം കിട്ടിയിട്ടുള്ളത്?
നമ്മുടെ പൂജാതി കാര്യങ്ങളിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് കൊണ്ടു നടക്കുന്ന പലതും ശരിയാണോ എന്ന് വിചിന്തനം ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു കുടുംബത്തെയും ഒരു കുലത്തെയും നശിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തികളാണ് ഇന്നത്തെ പൂജാതി കാര്യങ്ങളിൽ ഉള്ളത്, താന്ത്രിക മാന്ത്രിക വിദ്യകളിലുള്ളത് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരി ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്കും പഠിക്കാം. ഇതുപോലെ ഗവേഷണ ബുദ്ധിയോടുകൂടി അന്വേഷിക്കുന്നവർക്ക് പഠനത്തിന് വളരെ ഉപകാരമായിരിക്കും. ദേവലോകത്ത് നിന്നും ഭൂലോകത്തേക്ക് വരുന്ന ഒരു ദേവതയ്ക്ക് എന്ത് ആഹാരം കൊടുക്കണം? നമ്മൾ ഇവിടെ മദ്യം കൊടുക്കേണ്ട സ്ഥലത്ത് തേൻ കൊടുത്താൽ മതിയോ? മാംസം കൊടുക്കേണ്ടിടത്ത് ഉഴുന്നും പയറും കൊടുത്താൽ മതിയോ? ഇതൊക്കെ ചോദിച്ചാൽ ഒരുപാട് ചോദിക്കേണ്ടി വരും. അപ്പോൾ ദേവതയെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്ത വിധത്തിൽ വരുമ്പോൾ ആ ദേവതയ്ക്ക് പകരം കൊടുക്കുന്ന ചില സാധനങ്ങളാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിന്ന് ചന്ദ്രനിൽ പോയി വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ മസാല ദോശയാണോ കൊടുക്കുന്നത്? ഇഡ്ഡലി സാമ്പാറാണോ കൊടുക്കുന്നത്? ഇതൊക്കെ കൊണ്ടാണ് അവിടെ പോകുന്നത്. അവിടെ പോകുമ്പോൾ അവിടുത്തെ രീതിയിൽ ആ മനുഷ്യന് ജീവിക്കാൻ വേണ്ട രീതിയിൽ ആഹാരത്തെ പ്രിപ്പയർ ചെയ്ത് തന്നെയാണോ കൊണ്ടുപോകുന്നത്? ആഹാരം ഏതാണെന്ന് ഞാൻ പറയുന്നത് മിക്കവർക്കും അറിയാം എന്തൊക്കെയാണ് അത് കൊണ്ടുപോകണം എന്നുള്ളത്. സയൻസ് ജേർണലുകൾ വായിക്കണം. സയൻസ് ജേർണലിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ ദേവലോകവാസികളായ ദേവന്മാരെയും ദേവതകളെ ഈ ഭൂമുഖത്തേക്ക് ആവാഹിച്ച് ഭൂലോകത്തിൽ ജീവിക്കുന്നവരുടെ ഉപകാരത്തിന് വേണ്ടി കുടിയിരുത്തി പ്രതിഷ്ഠിക്കുമ്പോൾ ആ ദേവതയ്ക്ക് കൊടുക്കേണ്ട അന്നപാനാദികൾ തന്നെയാണോ എല്ലാവരും കൊടുക്കുന്നത്? എന്തിനാണ് പുച്ഛിക്കുന്നത്? രക്തം കൊടുക്കേണ്ടത് രക്തമല്ലാതെ രക്തത്തിന് പകരം കുങ്കുമം കലക്കി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആ ദേവത പ്രവർത്തിക്കും? ദേവതയുടെ ഗതികേട് കൊണ്ടാണ് പലതും പ്രവർത്തിക്കുന്നത്. ഉള്ള ശക്തി വെച്ച് അവർ പ്രവർത്തിക്കുന്നതാണ്. പൂജാതി രീതികളിൽ ആദിമ പൂജാതി രീതികൾ തന്നെയാണ് ശരി. കാരണം ദേവത വന്നത് ഭൂമുഖത്തുള്ള അല്ല ദേവത വന്നത് മറ്റൊരു ലോകത്തു നിന്നാണ് വന്നത്. അങ്ങനെ ഇതിനെയൊക്കെ മാറ്റിമറിക്കുമ്പോൾ ബലി ഉൾപ്പെടെ ഉള്ളതിനെ പുച്ഛിച്ച് തള്ളുമ്പോൾ അഗസ്ത്യമുനി ഉൾപ്പെടെയുള്ള സർവ്വസിദ്ധന്മാരുടെയും നമ്മൾ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. അഗസ്ത്യമുനിയുടെ അഗസ്ത്യ നൂലെടുത്ത് വായിക്കണം. അഗസ്ത്യ നൂലുകളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മദ്യത്തിന് പകരം തേൻ നൽകണമെന്ന്? ഇവര് പൂജാതി രീതികൾ മാറ്റി. മധു ഞാൻ മദ്യത്തിന് പകരം തേൻ കൊടുക്കുന്നു. തേൻ കൊടുത്താൽ പ്രവർത്തിക്കും. ഒരാളിന് മദ്യം കൊടുത്ത് അവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു? അവൻ്റെ ശരീരം എങ്ങനെ ആകുന്നു? തേൻ കുടിച്ചാൽ അതുപോലെയാണോ? ഇത് മാത്രം ഈ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് മദ്യത്തിന് പകരം തേൻ കൊടുക്കണമെന്നും മാംസത്തിന് പകരം ഉഴുന്നും പയറും കൊടുക്കണമെന്നും എവിടെയാ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇത് കൊടുത്താൽ മതി, പക്ഷെ അതിൻ്റെ പവറിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ പട്ടി വളർത്തുമ്പോൾ എന്ത് ചെയ്യും? പട്ടിക്ക് ഇറച്ചിക്ക് പകരം ചിക്കൻ്റെ കാലിൻ്റെ പ്ലാസ്റ്റിക് കിട്ടും, അത് വെച്ച് കടിച്ചുകൊണ്ട് നടക്കും. അതേപോലെയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ ദേവതക്ക് കൊടുക്കുന്നത്. ഭദ്രകാളി ക്ഷേത്രത്തിൽ കാളിക്ക് വേണ്ടത്, അല്ലെങ്കിൽ മഹാകാളിക്ക് വേണ്ടത്, മഹാകാളിക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ ദേവതയ്ക്ക് വേണ്ടത് മാംസമാണെങ്കിൽ ആ മാംസത്തിൻ്റെ പകരം പയർ വേവിച്ചു കൊടുക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, യഥാർത്ഥത്തിൽ കൊടുക്കത്തില്ല. ഞാൻ പട്ടിയെ നമ്മൾ വളർത്താറുണ്ട്. പട്ടിക്ക് ഇറച്ചി കൊടുക്കാൻ പറ്റാത്ത കുടുംബങ്ങളുണ്ട്, ഇറച്ചി കഴിക്കാത്ത കുടുംബങ്ങൾ. അവരെന്ത് ചെയ്യും? പട്ടിയെ വളർത്തും. ഇറച്ചി കഴിക്കുന്നവനും പട്ടിയെ വളർത്തും. ഇറച്ചി കഴിക്കുന്നവൻ അവൻ കഴിക്കുന്നതിൻ്റെ ഉച്ചിഷ്ടം എടുത്ത് പട്ടിക്ക് കൊടുക്കും. ഇറച്ചി കഴിക്കാത്തവരെന്ത് ചെയ്യും? പട്ടിക്ക് ചിക്കൻ കാല് അല്ലെങ്കിൽ എല്ലിൻ്റെ കഷ്ണം പോലത്തെ പ്ലാസ്റ്റിക് എടുത്ത് കടിക്കാൻ കൊടുക്കും. പട്ടി കടിച്ചുകൊണ്ട് നടക്കും. ഇവിടെയും പട്ടി കടിക്കും, അവിടെയും പട്ടി കടിക്കും.
രണ്ടും രണ്ടാണ്. ഈ പട്ടിയെ നോക്കി ഈ പ്ലാസ്റ്റിക് എല്ലും കഷ്ണം കടിച്ചുകൊണ്ട് നടക്കുന്ന പട്ടി യഥാർത്ഥ ഇറച്ചി കാണുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ പിടിക്കാൻ പോയ ആ ഇത്രയും കാലം ഈ പ്ലാസ്റ്റിക് എല്ലും കഷ്ണം കൊടുത്തന്നെ കടിക്കുകയും ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ പറയട്ടെ, ദേവതകളുടെ പൂജാക്രമങ്ങളെ മുഴുവൻ തച്ചൊടച്ചു. എന്തിന്? ദേവതയെ നിയന്ത്രിക്കാനായിട്ടുള്ള കഴിവ് തന്ത്രിക്കോ അതനുസരിച്ചുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നവർക്കോ ഇല്ലാതായതുകൊണ്ട്. കാരണം അതുണ്ടാവണമെങ്കിൽ ഉള്ളുണരണം. ഉള്ളുണർന്നവന് മാത്രം ഉള്ളുണർന്നവന് ഉലകം എന്ന് പറയുന്നത് ഉള്ളം കയ്യിലിരിക്കും. ഉള്ളുണർന്നവന്റെ ഉള്ളം കയ്യിൽ ഉലകമിരിക്കും. അന്ത ഉലകത്തെ പാത്ത് നമശിവായം ചൊല്ലുക പോലും ചെയ്യാതെ, ഉള്ളിലുള്ള ശിവനെ കാണുവാൻ കണ്ണടയ്ക്കുക പോലും ചെയ്യാതെ, കണ്ണ് തുറന്നുകൊണ്ട് അവൻ തന്നെ ജപിക്കും. അവൻ തന്നെ ചൊല്ലും, ഞാനാണ് ശിവൻ, ഞാനാണ് ശിവൻ, ഞാനാണ് ശിവൻ എന്ന്. ഇത്തരത്തിലുള്ള പാടലുകൾ പരിശോധിച്ച് കഴിയുമ്പോൾ അഗസ്ത്യമുനി പറയുന്ന ഒരു കാര്യമുണ്ട്. ഉള്ളിലുള്ള കോവിൽ കുളങ്ങൾ കാണാൻ കഴിയാത്തവർക്കാണ് പുറത്തുള്ള കോവിൽ കുളങ്ങൾ എന്ന് പറയുന്നത്. ആ കോവിൽ കുളങ്ങളെ പോലും യഥാവിധിയിലുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്യാതെ അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം, ബന്ധു നിരോധിച്ചു, പക്ഷെ ഹർത്താലുണ്ട് എന്ന് പറയും പോലെ ഉള്ളൂ. പേര് മാറുന്നതിനോടൊപ്പം തന്നെ ഇവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജാതി രീതികളിലെ നൈവേദ്യങ്ങൾക്ക് വരെ വ്യത്യാസം വന്നു. ഏതെങ്കിലും തന്ത്രഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഭദ്രകാളിക്ക് അല്ലെങ്കിൽ മഹാകാളിക്ക് അല്ലെങ്കിൽ കാളിക്ക് കൂട്ടുപായസം ആണ് കൊടുക്കേണ്ടതെന്ന്? ഇവിടെയുള്ള ഏതെങ്കിലും തന്ത്രി സമൂഹം പറയൂ, കൂട്ടുപായസമാണോ ഭദ്രകാളി കൊടുക്കേണ്ടതെന്ന് കുഴിക്കാട്ട് പച്ചയെ പറഞ്ഞിട്ടുണ്ടോ? തന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൂജാതി കാര്യങ്ങൾ പറയുന്ന ഏതെങ്കിലും ഇടത്ത് പറഞ്ഞിട്ടുണ്ടോ? വേദപാഠശാലകളിൽ പഠിപ്പിക്കുന്ന രീതി പോലും, ഞാനിത് പറഞ്ഞ എന്നെ എതിർക്കും, എനിക്കറിയാം. വേദപാഠശാലകളിൽ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? ഞാൻ ഒത്തിരി വേദപാഠശാലകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോടും പിന്നെ പഠിച്ച വിദ്യാർത്ഥികളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിങ്ങനെ തലകുലുക്കി രാവിലെ മുതൽ ഇങ്ങനെ ചൊല്ലുന്നുണ്ടല്ലോ, തലകുലുക്കി ഓ ഓ ഓ ഞാൻ താളത്തിനൊപ്പം ആരോഹണ അവരോഹണ ക്രമത്തിൽ മന്ത്രങ്ങളും വേദങ്ങളും ചൊല്ലുന്നുണ്ടല്ലോ, ഈ വേദങ്ങളുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴവിടെ പഠിപ്പിക്കുന്നവർ പറയണത് അതിൻ്റെ അർത്ഥം അറിയേണ്ട കാര്യമില്ല, പിന്നെ ആരോഹണ അവരോഹണത്തിൽ അങ്ങനെ ചൊല്ലിയാൽ മതി. അതെന്തിനാണ് അങ്ങനെ ചൊല്ലണത്? പിന്നെ എന്തിനാണ് ഇത് എഴുതി വെച്ചേക്കണത്? കാണാനോ? ചോദിച്ചു പോകുന്നതാണ്. അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞുകൂടാ എന്ന് പറയാനുള്ള നല്ലൊരു മനസ്സുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഹിന്ദു സമൂഹത്തിന് ദോഷം ചെയ്യും. ഇതെല്ലാ മതങ്ങളിലും ഇത് തന്നെയാണുള്ളത്. ഒരു മതത്തിന്റെ കാര്യമല്ല, എല്ലാ മതങ്ങളിലും അതിന് എന്താ പറയാ, പാലിന് വെള്ളം ചേർത്ത് പാലിന്റെ നിറം മാത്രമേ ഉള്ളൂ, ഗുണമില്ല. ക്ഷേത്രങ്ങൾ പലതും പ്രേതാലയങ്ങളാക്കി മാറ്റി, പറയുന്നതിൽ ദുഃഖമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ വെച്ച് നമുക്ക് സംസാരിക്കാം. കുടുംബക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബക്ഷേത്രങ്ങളിൽ താന്ത്രിക പൂജകൾ കൊണ്ട് കയറ്റി, മാന്ത്രികവും താന്ത്രികവും കുടുംബക്ഷേത്രങ്ങളിലും കുടുംബദേവതയെ ബന്ധിപ്പിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കുന്ന ക്രിയകൾ ചെയ്ത് കുടുംബക്കാരെ മുഴുവൻ കടക്കണിയിലും അതേപോലെ തന്നെ ദുരിതത്തിലേക്കും മാറ്റിവിട്ട ഒരു വിഭാഗമാണ് ഇന്നിവിടെ ഉള്ള ജ്യോതിഷികളും പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നവർ തമ്മിലുള്ള കൂട്ടുകെട്ട്. ഇതിനെയാണ് സ്പിരിച്വൽ ക്രിമിനലൈസേഷൻ എന്ന് പറയുന്നത്. ഈ സ്പിരിച്വൽ ക്രിമിനലൈസേഷൻ മാറ്റണമെങ്കിൽ, ഈ സ്പിരിച്വൽ ക്രിമിനലൈസേഷനെ കുറിച്ച് ഇതിനെതിരെ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം പഠിക്കണം, ഇതെല്ലാം മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം നമ്മൾ നിൽക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരും തലമുറയോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, വേദ പാഠശാലകളിൽ നിങ്ങൾ തന്നെ ഇത് കേൾക്കുന്ന ഏത് വ്യക്തി വേണം അന്വേഷിച്ച് നോക്കൂ. വേദ പാഠശാലകളിൽ അർത്ഥസഹിതമാണോ പഠിപ്പിക്കുന്നത്? വേദങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന മുദ്രാങ്കിതങ്ങളായിട്ടുള്ള മുദ്രകൾ ഏതെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? കൊച്ചു കുട്ടികളെ കൊണ്ട് ഇരുത്തിയിട്ട് അവിടെ ശാസ്ത്രി ഇരുന്നും കൊണ്ട്
ആരോഹണ അവരോഹണ ക്രമത്തിൽ. ഉദാഹരണത്തിന് ഭാഗ്യസൂക്തത്തിന് അർത്ഥം എഴുതിയിട്ടുണ്ട്. ഭാഗ്യസൂക്തത്തിലെ മുദ്രകൾ എത്ര? ഞാനൊരു ശാസ്ത്രിയോട് ചോദിച്ചതാണ്, പഠിപ്പിക്കുന്ന ശാസ്ത്രി ചോദിച്ചത്. ഓം പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമകേ പ്രാതർ മിത്രാവരണ പ്രാതരശ്വന എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്ത് 8 മുദ്രകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ 8 മുദ്രകൾ ഏതാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ അറിയില്ല. ശരി, ഇത് കേൾക്കുന്ന വിവാഹക്കാരെ എന്നെ എതിർക്കുന്നതാണെങ്കിൽ അവരൊന്ന് എനിക്ക് പറഞ്ഞു തരിക. മറിച്ച് അതിനെ താളത്തിൽ അങ്ങ് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. ഈ താളത്തിൽ ചൊല്ലുന്നതിൽ കുഴപ്പമില്ല, താളത്തിൽ ചൊല്ലണം. ശബ്ദത്തിന്റെ ആരോഹണ അവരോഹണം വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ ഈ താളത്തിനൊപ്പം ശരീരം ചലിപ്പിക്കുന്നതിന് ഏതൊക്കെ രീതിയിൽ ശരീരം ചലിപ്പിക്കണം എന്നുള്ളതുണ്ട്. തെക്ക് നിന്ന് വടക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും കിഴക്കിൽ നിന്ന് തെക്കിലോട്ടും തെക്കിൽ നിന്ന് കിഴക്കോട്ടും തെക്കും കിഴക്കും കഴിഞ്ഞ ശേഷം വടക്കോട്ടും എന്ന് പറയുന്ന താളക്രമത്തിലാണോ ഈ കുട്ടികളെ ചലിപ്പിക്കുന്നത്? മൂലാധാരത്തെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് ആദ്യത്തെ ചുവടുവയ്പ്. ആദ്യത്തെ കാര്യം പറഞ്ഞു കൊടുക്കുന്ന മൂലാധാര ഉണർവ്. സ്വാധിഷ്ഠാന ഉണർവിന് വേണ്ടി ഏതു ഭാഗത്തേക്കാണ് ശരീരത്തെ ചലിപ്പിച്ച് ഈ വേദമന്ത്രങ്ങളും വേദസൂക്തങ്ങളും ചൊല്ലേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഇത് പഠന വിധേയമായിട്ട് ഗഗനമായി നിങ്ങൾ അന്വേഷിക്കൂ, പഠിക്കൂ. ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചലിപ്പിച്ച് തല കൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ. അവരുടെ തല എന്തിനാണ് തലഭാഗം ചലിപ്പിക്കുന്നത്? എന്തിനാണ് നട്ടെല്ല് വളയ്ക്കുന്നത്? ശരീരത്തിന്റെ ഇടതു നിന്നും വലത്തോട്ട് എന്തിനാണ് പോകുന്നത്? കാണും വഴി പോകുന്നതൊക്കെയും കാണാതെ ഇരിക്കുന്നത് എന്തിന്? നീ കാണ നീ ചൊല്ലുക, കാണാതെ നീ ചൊല്ലുക, ഉടല് മറഞ്ഞു നീ ചൊല്ലുക, ഉടലിനെ ചുറ്റി നീ ചൊല്ലുക. ഉടലും തുടലും തുടഞ്ഞ നമ്മൾ കെട്ടിയിടുന്നത് ഉടലും തുടലും ഒന്നായി മാറുന്ന നട്ടെല്ലിനുള്ളിലൂടെ നീ നിന്നെ അറിയുവാനായി പുറം തിരിഞ്ഞ് നീ നിന്ന് വലം തിരിഞ്ഞ് നീ മറിയുക എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിലെ ആചാരങ്ങളെ കൊണ്ടു നടക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കാണ്, അല്ല അതിനെക്കുറിച്ച് എൻ്റെ സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? പരാശക്തിക്ക് രൂപമുണ്ടാക്കി വിഗ്രഹം ഉണ്ടാക്കി പൂജിക്കുന്ന നാടാണ്. അത്ഭുതം തോന്നുന്നു. പരാശക്തിക്ക് രൂപവുമില്ല, ഒന്നുമില്ല. ആ പരാശക്തിക്ക് വിഗ്രഹം ഉണ്ടാക്കി അത് പ്രതിഷ്ഠിച്ച് അതിനെ പൂജിക്കുന്ന ഒരു നാട് എന്ന് പറയുമ്പോൾ ഹിന്ദുമതത്തിന്റെ അടിത്തറ ഇളകുന്ന രീതിയാണത്. പരാശക്തിക്ക് വിഗ്രഹം ഉണ്ടാക്കി അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ ഇത് എവിടെ ചെന്നാണ് അവസാനിക്കുന്നത്? അപ്പൊ കുറെ കാലം കഴിയുമ്പോൾ പരാശക്തി ഇതാണ്. പണ്ട് ശിവകാശിയില് ഗണപതി ഇങ്ങനെയാണ്, ശിവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വരച്ചു വെച്ചല്ലോ. അതനുസരിച്ചാണ് നമ്മൾ ശിവനെയും ഗണപതിയൊക്കെ കാണുന്നത്. യഥാർത്ഥ ദർശനം കിട്ടിയിട്ടുള്ള വ്യക്തികളോട് ചോദിക്കണം, ഗണപതി ഇങ്ങനെയാണോ, ശിവൻ ഇങ്ങനെയാണോ, ഈ വരച്ചു വെച്ചിരിക്കുന്ന പോലെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കണം. ആ ലോകത്തേക്കാണ് ഈ പരാശക്തിക്ക് വിഗ്രഹം കൊണ്ടുവന്നിട്ട് പരാശക്തിക്ക് വിഗ്രഹം ഞങ്ങൾ പ്രതിഷ്ഠിച്ചു, നാണമില്ലേ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാശക്തിക്ക് രൂപമില്ല എന്നുള്ള അടിസ്ഥാനത്തെ ഇവിടെ തച്ചൊടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചോദിക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു തന്ത്രിക്ക് സാധിച്ചോ? ഏതെങ്കിലും മതത്തെക്കുറിച്ച് പഠിക്കുന്ന മതപണ്ഡിതന്മാർ ചോദിച്ചോ? എല്ലാവരും പറയുകയാണ് എല്ലാത്തിനും രൂപം ഉണ്ടായിക്കൊള്ളൂ. വിഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കണം. ഉടൻ പറയും വിഗ്രഹം എന്നാണ് ഗ്രഹിക്കാൻ. അതൊന്നുമല്ല എൻ്റെ അർത്ഥം. പാഠഭേദങ്ങളൊക്കെയും ചൊല്ലി ഞാൻ മൂടപ്പെട്ട് കിടക്കുന്നതൊന്നിനെ കുണ്ടലിനിയോടെ ഉയർത്തി ഞാൻ ഗ്രഹിച്ച് ഞാൻ മതിച്ചു ഞാൻ ഉള്ളിൽ കിടന്നു പിടയുന്ന ശക്തിയെ ഒന്നായി നിന്ന് നീ മാറുന്ന നേരത്ത് ശക്തി ചേതനയെയും ശിവചേതനയെയും മറന്ന് ഞാൻ വൈഷ്ണവനായി മാറുന്നത് എന്ന് നീ ചൊല്ലുക അനന്ത എന്ന് പറയുന്നത് എന്താണ്? അതറിയണ്ടേ? സത്യത്തിൽ ഇവിടെ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞും കുലക്ഷേത്രമൊക്കെ ഒന്നാണെന്നും പറഞ്ഞ് മനുഷ്യനെ വഴിയാധാരമാക്കുകയാണ്. വാർഷിക പൂജ, മറ്റേ പൂജ, മറിച്ചേ പൂജ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ലക്ഷങ്ങൾ ചെലവാക്കിപ്പിച്ചിട്ട് ഇവിടെ ഞാനിത് പറയുമ്പോൾ ഏതോ ഒരു വിഭാഗത്തെ ഞാൻ എതിർക്കുന്നതല്ല. നിങ്ങൾ പറയുക ഇതിങ്ങനെയാണോ എന്ന് പറയണം. അല്ലെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തുക. എന്നെ പോലെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന
കുറെ വിഭാഗക്കാരുണ്ടെങ്കിൽ അവരോട് പറയുക ഇതിനുള്ള ഉത്തരം. എന്തെങ്കിലും പറയുമ്പോൾ തന്ത്രസമുച്ചയം എവിടെയുണ്ട്? തന്ത്രസമുച്ചയത്തിന് കുലദേവതയും കുടുംബപരദേവതയും ഒന്നാണെന്നും കുടുംബപരദേവതയ്ക്ക് കൊടുക്കേണ്ട അതേ പൂജാക്രമമാണോ കുലദേവതയ്ക്ക് കൊടുക്കേണ്ടതെന്ന് തന്ത്രസമുച്ചയത്തിലോ അല്ല. നിങ്ങൾ പറയുന്ന ഏത് ഗ്രന്ഥത്തിലാണുള്ളത്? ഏത് താന്ത്രിക ഗ്രന്ഥത്തിലാണുള്ളത്? ഇത് സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തെ രക്ഷിക്കാനും പോണില്ല, ഒരു കുലത്തെ രക്ഷിക്കാൻ പോണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാൻ ന്യായമായ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോണ്ട് നിർത്തുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ നമ്പൂതിരി ഇല്ലങ്ങൾ ഇവരല്ലേ പൂജിച്ചത്, നശിച്ച് നാറായക്കല്ലിട്ട് പോയില്ലേ? എത്രയോ നായർ തറവാടുകൾ തൊലഞ്ഞ് തരിപ്പണമായിട്ടില്ലേ? എങ്ങനെ അതുണ്ടായി? നിങ്ങൾ ചെയ്യുന്ന പൂജാതി കാര്യങ്ങൾ കൃത്യമാണെന്നുണ്ടെങ്കിൽ ഈ നമ്പൂതിരി ഇല്ലങ്ങളിൽ ദാരിദ്ര്യം വരുമോ? നമ്പൂതിരി ഇല്ലങ്ങൾ ക്ഷയിക്കുമോ? നമ്പൂതിരി വിഭാഗം ക്ഷയിക്കുമോ? ഒരു വിഭാഗത്തെ കുറിച്ച് പറയല്ല, പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ പൂജ ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും നോക്കണം, അവരുടെ തലമുറകൾ എങ്ങനെയാണെന്ന് നോക്കണം. ദയവ് ചെയ്ത് പൂജ ചെയ്ത് വിശ്വസിക്കുന്നവരെയും കൂടെ നശിപ്പിക്കരുത്. ഇതാണ് ഏറ്റവും വലിയ ലോകത്തെ പാപം. ഉള്ളുണരണം, അല്ലേ മിണ്ടാതിരിക്കുക. അറിയുന്ന കാര്യം പറഞ്ഞവൻ അറിഞ്ഞു തുടങ്ങി അറിഞ്ഞുകൂടാന്ന് പറയാം. അല്ലാതെ പരാശക്തിക്ക് വിഗ്രഹം ഉണ്ടാക്കി അവിടെയും കൊണ്ട് അഭിഷേക പൂജകൾ നടത്തുക, എന്തിനും ഏതിനും വിഗ്രഹം ഉണ്ടാക്കി കുറെ കാര്യങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഒരുപാട് പൂജാരിമാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പൂജ ചെയ്യുന്നവരോട് സംസാരിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഗണപതി ഹോമം നേരെ ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാത്ത പൂജാരിമാരുണ്ട്. ഇവരെല്ലാവരും കൂടെ എനിക്കിട്ട് എന്തെങ്കിലും മാന്ത്രിക ക്രിയ ചെയ്ത് എന്നെ തൊലയ്ക്കാൻ പറ്റുമെന്നൊക്കെ ചിലർ പറയും. അങ്ങനെ ചെയ്യട്ടെ, ചെയ്യൂ. കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് കൊഞ്ഞനം കുത്തുകയല്ല വേണ്ടത്, വ്യക്തമായ ഉത്തരം നൽകണം, ശാസ്ത്രീയമായ മറുപടി നൽകണം. ഞാൻ ചോദിക്കുന്നത് ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പൂർവികരായിട്ടുള്ള ആൾക്കാരും സിദ്ധന്മാരും പറയുന്ന കാര്യമല്ലേ? അതില്ല എന്ന് പറയുവാനായിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും വ്യക്തിക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. എനിക്ക് ബാധ്യതയുള്ള പോലെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ബാധ്യതയുണ്ട്. ഞാനാണ് ചോദിച്ചത്, പൂജ ചെയ്ത് മുടിഞ്ഞതല്ലാതെ പൂജ ചെയ്യിപ്പിച്ചവനും മുടിഞ്ഞു, പൂജ ചെയ്തവനും മുടിഞ്ഞു. എന്തുകൊണ്ട്? ഇത്രയും വലിയ പ്രതാപത്തിരുന്ന എത്രയോ ഇല്ലങ്ങളും അതേപോലുള്ള വലിയ വലിയ കുടുംബങ്ങളും, നായർ കുടുംബങ്ങളും ഈഴവ സമുദായ കുടുംബങ്ങളും ഉൾപ്പെടെ സർവ്വ കുടുംബങ്ങളും നശിച്ചില്ലേ? എന്തുകൊണ്ട്? എല്ലാവരും കുടുംബപരദേവത ഉണ്ടല്ലോ, എല്ലാവർക്കും കുലദേവത ഉണ്ടായിരുന്നല്ലോ, ഇതൊക്കെ പൂജിച്ചല്ലോ. ഏതെങ്കിലും ഒരു കുടുംബം നേരെ ചൊവ്വ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് അവനവന്റെ കുടുംബത്തിലുള്ളവര് ഉള്ളു ഉലഞ്ഞ് അല്ല, ഉള്ളു തുറന്ന് കരഞ്ഞു വിളിച്ച് പൂജിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിയെ കേട്ടിട്ടുള്ളൂ. അല്ലാതെ ഇവിടുത്തെ ഒരു തന്ത്രം ഇവിടെ ഏറ്റിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ കുറെയെങ്കിലും നിങ്ങൾ അന്വേഷണ വിധേയമാക്കണം. ഈ ഓരോ വ്യക്തികളും ഇത് മനസ്സിലാക്കണം. കുലം വേറെ, പിന്നെ കുടുംബം വേറെ. ദയവ് ചെയ്ത് അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകരുത്. കുടുംബദേവത കുലദേവത രണ്ട് ഈക്വലായിരുന്നാൽ അതിന് താന്ത്രിക ക്രിയകളിലുള്ള പൂജകൾ ചെയ്യാം. കുടുംബദേവതയ്ക്ക് താന്ത്രിക ക്രിയ പൂജകൾ ചെയ്യാൻ പാടില്ല. അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് വൻ ദുരിതത്തിലേക്കായിരിക്കും. തൽക്കാലം ഞാൻ ഇത്രയും പറയുന്നു. ഇതിനകത്ത് ചില തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കുക. അത് പൊറുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എങ്ങനെയാണ് ഒന്നും വേണ്ട. വേദപാഠശാലകളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ ആരോഹണ അവരോഹണം പറഞ്ഞിങ്ങനെ പറയിപ്പിച്ച് തലയാട്ടി ഈ തല ആട്ടിപ്പിച്ചും കൊടുക്കും അവിടെ ഇരുന്നുണ്ട് അത് പഠിപ്പിക്കുന്നവര്. എന്തിനാണ് കഴുത്തിന് മുകളിൽ ഇരിക്കുന്ന ഈ തലയെ എന്തിന് ആട്ടുന്നു? ഉത്തരം കിട്ടിയാൽ കൊള്ളായിരുന്നു. ഉത്തരം കിട്ടണം. കാരണം ഞാനിങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ അല്ലെങ്കിൽ ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്. ചോദിച്ചാൽ ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്. കിഴക്ക് നിന്ന് തെക്കോട്ട് വലക്ക് ഇങ്ങനെ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് ആട്ടുന്നത്? കുനിഞ്ഞ് ഇങ്ങനെ ആട്ടുന്നു, ചരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ. എന്തിനാണ്? അതാണ് അംഗനടനക്രിയ എന്ന് പറയുന്നത്. അംഗനടനക്രിയയാണ് ആദ്യം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. എന്നിട്ട് ഇതിന്റെ അർത്ഥങ്ങൾ പറയണം. ആദ്യ വരിയിലെ ആദ്യാക്ഷരത്തിൽ നിന്ന്
രണ്ടാം വരിയിലെ 3 അക്ഷരം എടുത്തിട്ട് 4-ാം വരിയിലെ 6 അക്ഷരം എടുക്കുകയും പിന്നെ ഒമ്പതാം വരി എടുക്കുമ്പോൾ വീണ്ടും 1 അക്ഷരം എടുക്കുകയും ചെയ്യുന്നത് എന്തിന്? അങ്ങനെയല്ലേ എടുക്കേണ്ടത്? അങ്ങനെയാണോ നിങ്ങൾ ഇവിടുത്തെ കുട്ടികളെ വേദം പഠിപ്പിക്കുന്നത്? ഇതിനൊക്കെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് ചോദ്യം ചോദിക്കുന്ന ഞാനും ഇത് കേട്ടുകൊണ്ട് എന്നെ എതിർക്കുന്ന ഈ പറയുന്ന വിഭാഗക്കാരുമാണ്. വ്യക്തമാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കണം? ഞാൻ അന്ധവിശ്വാസം മാത്രം പ്രചരിച്ചുകൊണ്ടിരിക്കും. വിശ്വാസമല്ല, എല്ലാ വിശ്വാസവും അന്ധവിശ്വാസമാണ്. ഇത് അതിഗംഭീരമായ അന്ധവിശ്വാസത്തിലേക്ക് ജനത്തെ കൊണ്ടെത്തിക്കുകയും ഒരു കാലത്ത് ഇവർക്ക് ഉയർച്ച ഉണ്ടാവാതെ പോവുകയും ചെയ്യുന്ന വിധത്തിൽ പൂജ ചെയ്യുന്നവന് കുറച്ചു കാലമൊക്കെ കാശ് കിട്ടും, തലമുറകളെ അത് ബാധിക്കും. ഇല്ല എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പൂജ ചെയ്യുന്നവനും നശിക്കും, പൂജ ചെയ്യിപ്പിക്കുന്നവനും നശിപ്പിക്കുന്ന വിധത്തിൽ അവന്റെ കുടുംബവും നശിക്കും, ചെയ്യിപ്പിക്കുന്നവരോട് നശിപ്പിക്കുന്ന വിധത്തിൽ പൂജാതി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ദയവ് ചെയ്ത് ഇനിയെങ്കിലും 1-2 ക്ഷേത്രങ്ങളായിട്ടുണ്ട്, ഇനിയുള്ള ക്ഷേത്രങ്ങളിലും പരാശക്തിക്ക് മിനിമം വിഗ്രഹം ഉണ്ടാക്കി വെക്കാതിരിക്കുക. അത് പരബ്രഹ്മത്തിന് വിഗ്രഹം ഉണ്ടാക്കി വെക്കും. ഇനി പരബ്രഹ്മത്തിനും വിഗ്രഹം ഉണ്ടാക്കി വെക്കും, പരാശക്തിക്കും വിഗ്രഹം ഉണ്ടാക്കി, പരമാത്മാവിനും വിഗ്രഹം ഉണ്ടാക്കി വെക്കുന്ന വിധത്തിൽ ഹിന്ദു സമുദായത്തെ തകർത്തു. ഇത് ഹിന്ദു മതത്തിൽ മാത്രമല്ല, സർവ മതങ്ങളിലും ഇത്തരത്തിലുള്ള മതമേലധ്യക്ഷന്മാരും പൂജാരിമാരും പള്ളിമേടകളും കൊണ്ട് നടക്കുന്ന ആൾക്കാരും മറ്റേ മതത്തിലെ പള്ളിക്കാരും ഒക്കെ കൊണ്ട് നടക്കുന്ന എന്തെന്നറിയാമോ? ഉദരപൂരണം മാത്രമേ ഉള്ളൂ. അതിലേക്ക് വേണ്ടി അവർ ഏത് വേഷവും കെട്ടും. വിശ്വസിക്കുന്നവനെ ഏത് തരത്തിലും നശിപ്പിക്കും. അവന്റെ പോക്കറ്റാണ് ലക്ഷ്യം, അല്ല അവന്റെ വളർച്ചയല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോ വിശ്വാസിയും പഠിക്കണം. പഠിച്ചിട്ട് എവരോട് ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യാത്തത്, എന്തുകൊണ്ട് ചെയ്യണം? അതിലേക്ക് വേണ്ടിയുള്ള ഒരു തുടക്കം ഇവിടുത്തെ ഓരോ വിശ്വാസിയും ഉണ്ടാക്കി എടുക്കണം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. ബാക്കി ഞാൻ പിന്നെ പറയുന്നതാണ്.